പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിർമ്മലിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിനെ തുടർന്ന് പുതിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നിർമ്മലിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് നന്ദയോട് ഗൗതം. ഈ കാര്യം കേൾക്കുന്ന നന്ദ എന്തിനാണ് ഗൗതം സാർ ഇങ്ങനെ ചൂടാകുന്നത്? അവനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് കരുതി എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത്? അവൻ അതിനുള്ള പ്രശ്നക്കാരൻ ഒന്നുമല്ലല്ലോ. ഞാൻ അവനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കാരണം അർജുനോട് മുഖസാദൃശ്യം തോന്നി. അത് വീട്ടുകാരും അറിയുകയാണ് എങ്കിൽ അവർക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാകാനാണ് സാധ്യത എന്ന് കരുതിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ എനിക്ക് യാതൊരു ഉദ്ദേശവും മനസ്സിലില്ല. സാർ എന്തിനാണ് വെറുതെ ഇങ്ങനെ ചൂടാകുന്നത്? സാർ ഇങ്ങനെ ചൂടായത് കൊണ്ട് എന്താണ് ഉണ്ടാവുക എന്ന് ചോദിക്കുകയും ചെയ്യുന്ന നന്ദ വെറുതെ പ്രഷർ കയറ്റേണ്ട ആവശ്യമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് നീ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിനക്ക് അറിയില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവനെ വെറുതെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല. ഇനി അത് വലിയൊരു തലവേദനയായി മാറുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന ഗൗതം ഇതിനെല്ലാം ഉത്തരവാദി നീ തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഗൗതം സാർ ടെൻഷൻ അടിക്കുന്നത് പോലെ യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. അവൻ കാരണം ഒരു പ്രശ്നവും ഈ വീട്ടിൽ ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണ് എങ്കിൽ ഞാനത് ഹാൻഡിൽ ചെയ്തു കൊള്ളാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നന്ദ അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഇതിനിടയിൽ പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത്. ടിങ്കിയാകട്ടെ തൻ്റെ മനസ്സിലെ അർജുനാണ് ആ വന്ന നിർമ്മൽ എന്ന് വ്യക്തമാക്കിയത് ഗിരിജയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ ഗിരിജ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലേക്ക് വലിച്ചു കയറ്റണ്ട എന്ന് ഓർമ്മപ്പെടുത്തുകയും അത് നിനക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ അർജുൻ്റെ രണ്ടാം മടങ്ങിവരവാണ്. അവനെ അങ്ങനെ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ അർജുനാണത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പിങ്കി നിർമ്മലിൻ്റെ പിന്നാലെ പോകും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഗിരിജ. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്നുള്ള ചോദ്യവും ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന് ഗിരിജ ചോദിക്കുന്നു. ഞാൻ അവനോട് അടുക്കാൻ തന്നെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി എന്നെ തടയുന്നതിന് ആർക്കും സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന ടിങ്കി എന്നെ തേടിയാണ് അവൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് അപ്പോൾ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ കാര്യമോ? ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യും? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ഇതേ തുടർന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ പിങ്കിയാകട്ടെ നിർമ്മലിനെ കാണുന്നതിനായി പോകണമെന്നുള്ള തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് നിർമ്മലിനെ ഞെട്ടിച്ചുകൊണ്ട് നിർമ്മലിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായിരിക്കുകയാണ് നിർമ്മലിന്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.